US യുദ്ധക്കപ്പലുകൾക്ക് സമീപം ഇറാൻ തത്സമയ വെടിവെപ്പ് പദ്ധതിയിടുമ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ മുഖമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ആഗോള ഷിപ്പിംഗിന് നിർണായകമായ ഒരു പാതയിലേക്ക് തീ പടരാൻ സാധ്യതയുള്ള ഒരു സൈനിക അഭ്യാസം ഇറാൻ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനും ഒമാനുമിടയിലുള്ള ഇടുങ്ങിയ ഇടനാഴിയിലൂടെയാണ് എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നതെന്നതിനാൽ കടലിടുക്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒരു ലൈവ് ഫയർ ഡ്രിൽ നടത്തുമെന്ന് ഇറാൻ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US സേനകൾ പ്രാദേശിക പങ്കാളികൾ അല്ലെങ്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമീപമുള്ള സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായ പെരുമാറ്റം, കൂട്ടിയിടി, വർധനവ്, അസ്ഥിരത എന്നിവയ്ക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ശനിയാഴ്ച പുലർച്ചെ ടെഹ്റാനോട് മുന്നറിയിപ്പ് നൽകി. അഭ്യാസം US മുന്നറിയിപ്പ് പിരിമുറുക്കത്തിന് കാരണമായത് ഹോർമുസ് കടലിടുക്കിൽ അടുത്തതായി എന്ത് സംഭവിക്കാം എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിന് ഒരു വളവ് പോലെ തോന്നുന്നു. അതിന്റെ ഏറ്റവും ഇടുങ്ങിയ പോയിന്റ് വെറും 33 കിലോമീറ്റർ വീതിയുള്ളതാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒമാൻ ഉൾക്കടലിലേക്ക് ഇത് ഒഴുകുന്നു. അവിടെ നിന്നും കപ്പലുകൾക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാം. ഇറാനും ഒമാനും കടലിടുക്കിൽ സ്വന്തം പ്രാദേശിക ജലപാതയുള്ളപ്പോൾ എല്ലാ കപ്പലുകൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര ജലപാതയായി ഇതിനെ കണക്കാക്കുന്നു. അമ്പരചുംബികളായ ദുബായ് നഗരം സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ജലപാതയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിലുടനീളം ഹോർമുസ് കടലിടുക്ക് വ്യാപാരത്തിന് പ്രധാനപ്പെട്ടതാണ്. ചൈനയിൽ നിന്നും സെറാമിക്സ്, ആനക്കൊമ്പ്, പട്ട്, തുണിത്തരങ്ങൾ എന്നിവ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. സൂപ്പർ ടാങ്കറുകളുടെ ആധുനിക യുഗത്തിൽ എണ്ണ കടന്നു പോകാൻ അനുവദിക്കുന്ന തരത്തിൽ ഇടുങ്ങിയ കടലിടുക്ക് ആഴത്തിലും വീതിയിലും ഉള്ളതായി തെളിഞ്ഞു. സൗദി അറേബ്യയിലും UAE-യിലും ഈ പാതയിലൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈനുകൾ ഉണ്ടെങ്കിലും ഈ പാതയിലൂടെ കടന്നു പോകുന്ന മിക്ക എണ്ണയും ഈ മേഖലയിലേക്ക് കടക്കുന്നതിന് മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. ഈ കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന എണ്ണയുടെയും വാതകത്തിന്റെയും ഭൂരിഭാഗവും ഏഷ്യയിലെ വിപണികളിലേക്കാണ് പോകുന്നത്. ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച 12 ദിവസത്തെ യുദ്ധത്തിൽ ഉൾപ്പെടെ മുൻകാലങ്ങളിൽ ഈ പാതയിലേക്കുള്ള ഭീഷണികൾ ആഗോള ഊർജ്ജ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച റേഡിയോ വഴി നാവികർക്ക് അയച്ച നോട്ടീസിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നാവിക വെടിവെയ്പ് നടത്താൻ പദ്ധതിയിടുന്നതായി മുന്നറിയിപ്പ് നൽകി. സന്ദേശം നൽകുന്ന കോർഡിനേറ്ററുകൾ ട്രാഫിക് സെപ്പറേഷൻ സ്കീം എന്നറിയപ്പെടുന്നതിലേക്ക് പേർഷ്യൻ ഗൾഫിലേക്ക് വരുന്ന കപ്പലുകൾ വടക്കോട്ട് പോവുകയും ഒമാൻ ഉൾക്കടലിലേക്ക് പുറപ്പെടുന്ന കപ്പലുകൾ തെക്കോട്ട് പോവുകയും ചെയ്യുന്ന 3.2 കിലോമീറ്റർ വീതിയുള്ള 2 വരി സംവിധാനത്തിലേക്ക് അഭ്യാസം പോകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ആ വടക്കൻ പാത അഭ്യാസത്തിന്റെ കോർഡിനേറ്റിനുള്ളിലാണിത്. അഭ്യാസങ്ങളെക്കുറിച്ച് ഇറാൻ മറ്റു പൊതുവിവരങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും അതിൽ രാജ്യത്തിന്റെ അർദ്ധസൈനിക വിപ്ലവ ഗാർഡ് ഉൾപ്പെട്ടിരിക്കാനാണ് സാധ്യത. US നാവികസേനയുമായി പതിവായി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കടലിടുക്കിൽ ഗാർഡ് ചെറിയ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകളുടെ ഒരു കൂട്ടം പ്രവർത്തിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ഇറാനും റവല്യൂഷണറി ഗാർഡിനും ഈ അഭ്യാസത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലും ജലാശയങ്ങളിലും പ്രൊഫഷണലായി പ്രവർത്തിക്കാനുള്ള അവകാശം അംഗീകരിക്കുമ്പോൾ തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തടസ്സപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ വാണിജ്യ കപ്പലുകൾ കടന്നു പോവുകയോ ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി. US നാവികസേനയുടെ ബഹ്റൈൻ ആസ്ഥാനമായുള്ള 5ാം കപ്പൽപ്പടയുടെ മേൽനോട്ടം വഹിക്കുന്ന കമാൻഡ് തങ്ങളുടെ വിമാനങ്ങളോ കപ്പലുകളോ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വളരെ അടുത്ത് വരുന്നതോ അവയ്ക്ക് നേരെ ആയുധങ്ങൾ ചൂണ്ടുന്നതോ ഉൾപ്പെടുന്ന സുരക്ഷിതമല്ലാത്ത പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പരിശീലനം ലഭിച്ചതും മാരകവുമായ സേനയാണ് US സൈന്യത്തിനുള്ളത് എന്ന് കമാൻഡ് കൂട്ടിച്ചേർത്തു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കെതിരെ രക്തരൂക്ഷിതമായ അടിച്ചമർത്തൽ നടപടികൾ സ്വീകരിച്ചതിനു ശേഷം ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. സമാധാനപരമായ പ്രതിഷേധക്കാരെ കൊല്ലുക, തടവിലാക്കപ്പെട്ടവരെ ഇറാൻ കൂട്ടക്കൊല ചെയ്യുക എന്നീ 2 ചുവപ്പുരേഖകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. സമീപ ദിവസങ്ങളിൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ വിധിയും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് ആവശ്യപ്പെട്ടാൽ അവർക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന US എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും അവരെ പിന്തുണയ്ക്കുന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഇപ്പോൾ അറബിക്കടലിലാണ്. സ്വന്തം മുൻകൂർ ആക്രമണം നടത്തുകയോ മിഡിൽ ഈസ്റ്റിലും ഇസ്രായേലിലും ഉടനീളം അമേരിക്കൻ താൽപര്യങ്ങൾ ലക്ഷ്യമിടുകയോ ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുകയും ഇസ്രായേൽ അതിന്റെ ശേഖരം ലക്ഷ്യമിടുകയും ചെയ്തപ്പോൾ ചുറ്റുമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ഹ്രസ്വ ഇടത്തരം മിസൈലുകളുടെ ഒരു ആയുധ ശേഖരം ടെഹ്റാൻ നിലനിർത്തുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.